പ്രൈസ് ദി ലോർഡ്. ഗോഡ് ഈസ് ലവ് വാട്സപ്പ് കൂട്ടായ്മയുടെ 55ാമത്തെ ഓൺലൈൻ ഫെലോഷിപ്പിലേക്ക് കടന്നു വന്നിട്ടുള്ള ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിലുള്ള ദൈവദാസി ദാസന്മാർ, ദൈവമക്കൾ, ഓൺലൈനിലൂടെ ഞങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവർ എല്ലാവർക്കും ക്രിസ്തുയേശുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഇന്നത്തെ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് നമ്മുടെ ദൈവവചന ശുശ്രൂഷയ്ക്കായി കടന്നു വന്നിട്ടുള്ളത് പാസ്റ്റർ ജോൺസൺ കറിയാണ്. പ്രിയ ദേവദാസനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രിയ ദേവദാസൻ അമേരിക്കയിലുള്ള ഡാളസ് എന്ന സ്ഥലത്തു നിന്നുമാണ് കടന്നു വന്നിട്ടുള്ളത്. അവിടെയുള്ള ലൈഫ് വേ ചർച്ച ബോർഡ് എന്നറിയപ്പെടുന്ന ദൈവസഭയിൽ നീണ്ട വർഷക്കാലം ശുശ്രൂഷിക്കുവാൻ പ്രിയ ദേവദാസിന് കർത്താവ് ഭാഗ്യമൊരുക്കി. 55 വർഷത്തോളമായി കത്ത് ശുശ്രൂഷയിലായിരിക്കുവാൻ കർത്താവ് പ്രിയ ദേവദാസിന് ഭാഗ്യമൊരുക്കി. അനേക പാട്ടുകൾ എഴുതുവാനും ലേഖനങ്ങൾ, പുസ്തകങ്ങൾ എന്നിവയൊക്കെ എഴുതുവാനും പ്രിയ ദേവദാസിന് കർത്താവ് കൃപ നൽകി. ഞങ്ങളുടെ എളിയ ക്ഷണം സ്വീകരിച്ചു വന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട്. ഗോഡ് ഈസ് ലവ് വാട്സപ്പ് കൂട്ടായ്മയുടെ പേരിലുള്ള സ്നേഹവും നന്ദിയും അറിയിക്കുന്നു. ഇന്നത്തെ വചന ശുശ്രൂഷ ഓൺലൈനിലൂടെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവർക്കും അതോടൊപ്പം തന്നെ സൂം പ്ലാറ്റ്ഫോമിലൂടെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവർക്കും ഒരുപോലെ അനുഗ്രഹമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പ്രിയ ദേവദാസിനെ ദൈവവചന ശുശ്രൂഷയ്ക്കായി ക്ഷണിച്ചുകൊള്ളും. കർത്താവിന്റെ അതിശ്രേഷ്ഠ നാമത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. എല്ലാ പൂഴ്ചയും മഹത്വവും സ്തുതിയും സ്തോത്രവും കർത്താവിന് അർപ്പിക്കുമ്പോൾ എന്നെ ശ്രദ്ധിക്കുന്ന പാസ്റ്റേഴ്സ്, സഹോദരിമാർ, സഹോദരന്മാർ, നിങ്ങൾക്കെല്ലാവർക്കും കർത്താവിന്റെ നാമത്തിൽ സ്നേഹ വന്ദനം അറിയിക്കുന്നു. ഈ സൂം പ്ലാറ്റ്ഫോമിൽ കാണുന്ന അനേകരെയും മുഖപരിചയമില്ല. 1-2 പേരെ ഒരാളെ മാത്രമേ നേരിട്ട് കണ്ടിട്ടുള്ളൂ. 1-2 പേരെ അറിയുകയും ചെയ്യാം. സിജി സിസ്റ്റർ ഓർപ്പിച്ചതുപോലെ പാസ്റ്റർ ജോമോൻ ചൊറിയാൻ അദ്ദേഹമാണ് എന്നെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയത്. കർത്താവിന്റെ വേലയിൽ ശക്തമായി പ്രയോജനപ്പെടുന്ന കർത്താവിന്റെ ദാസനെ നിങ്ങളെല്ലാവരും ഓർത്ത് പ്രാർത്ഥിക്കണം. ആരോഗ്യത്തോടും ബലത്തോടും ഇരുന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ കർത്താവിന്റെ ദാസനെ ദൈവം ഉപയോഗിക്കട്ടെ. പ്രിയ രാജീവ് പാസ്റ്റർ ആഗ്രയിൽ നിന്ന് കയറിയിട്ടുണ്ട്. അദ്ദേഹത്തെ നേരിട്ട് കണ്ടിട്ടില്ല, എന്നാൽ സൂം പ്ലാറ്റ്ഫോമിൽ അനേക പ്രാവശ്യം കാണുവാൻ അവസരമൊരുക്കിയിട്ടുണ്ട്. കർത്താവിന്റെ ദാസനെയും കുടുംബത്തെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഈ മീറ്റിംഗ് കോർഡിനേറ്റ് ചെയ്തിരിക്കുന്നത് ബ്രദർ ഡെന്നീസും സിസ്റ്റർ സിജിയും കൂടാണല്ലോ. കഴിഞ്ഞ 54 മീറ്റിങ്ങുകൾ ഭംഗിയായി നിവർത്തിപ്പാൻ ദൈവം അവരെ ഉപയോഗിച്ചു. 55ാമത്തെ മീറ്റിങ്ങിൽ നമുക്ക് ഒരുമിച്ച് ആയിരിക്കാൻ കർത്താവ് തന്ന വിലപ്പെട്ട സന്ദർഭത്തിൽ എല്ലാ മഹത്വവും ദൈവത്തിന് അർപ്പിക്കുമ്പോൾ പിന്നെയും പ്രിയ ഡെന്നിസ് ബ്രദറിനെ, സിജി സിസ്റ്ററെയും കർത്താവിന്റെ നാമത്തിന്റെ മഹത്വത്തിന് വേണ്ടി, ദൈവരാജ്യത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടി പ്രയോജനപ്പെടേണ്ടതിന് നമുക്ക് അവരെ ഓർത്തും പ്രാർത്ഥിക്കാം. എല്ലാ നിലയിലുള്ള സപ്പോർട്ട് നമുക്കെല്ലാവർക്കും അവർക്ക് ചെയ്തു കൊടുത്ത് ഈ ശുശ്രൂഷയും ശക്തിപ്പെടുത്തുവാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. മുഖവരയായിട്ട് ഞാൻ ഒത്തിരി സമയം എടുക്കുന്നില്ല. എന്നാൽ ഈ കൂട്ടായ്മയുടെ മറ്റൊരു പേരെന്ന് പറയുന്നത് അതിരുകളില്ലാത്ത ദൈവസ്നേഹമാണ്. മനുഷ്യന്റെയൊക്കെ സ്നേഹത്തിന് ഒത്തിരി ലിമിറ്റുണ്ട്, അതിരുണ്ട്. മനുഷ്യന്റെ സ്നേഹത്തിന് സന്ദർഭം അനുസരിച്ച് സ്നേഹം മാറും, സ്നേഹം കൂടും. ചിലപ്പോൾ സ്നേഹം പ്രേമമാകും, ആ പ്രേമം പിന്നെ വിദ്വേഷമാകും. ഇങ്ങനെയൊക്കെയുള്ള അവസരങ്ങളുണ്ട്. എന്നാൽ ഏത് സാഹചര്യത്തിലും തീർന്നു പോകാത്ത, മാറിപ്പോകാത്ത, കലർപ്പില്ലാത്ത സ്നേഹമെന്ന് പറയുന്നത് ദൈവത്തിന്റെ സ്നേഹമാണ്. ആ ദൈവമാണ് നമ്മെ പരിപാലിക്കുന്നത്. പ്രിയ ഡെന്നിസ് ബ്രദറിനെ, സിജി സിസ്റ്ററേയും അവരുടെ പേരൻസിനെയും കുടുംബാംഗങ്ങളെ ഒക്കെ കർത്താവ് എല്ലാ നിലയിലും അനുഗ്രഹിച്ച് കാക്കട്ട്. ശക്തമായി ദൈവനാമത്തിന് മഹത്വത്തിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ ദൈവം സഹായിക്കട്ടെ. അനുഗ്രഹീതമായ ഗാനങ്ങൾ ആലപിച്ച് നമുക്കൊരുമിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ആ സാഹചര്യങ്ങൾ ക്രമീകരിച്ച സിസ്റ്റർ ബിൻസി ബിബിനെ ഓർത്തും ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവിന്റെ ദാസിക്കും ദൈവകൃപ അധികമായി നൽകി അധികം കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ ദൈവം അനുവദിക്കട്ടെ. ഈ പ്ലാറ്റ്ഫോമിൽ വന്നിരിക്കുന്നവരെ എല്ലാവരെയും കർത്താവ് ആരോഗ്യപരമായി, ആത്മീയമായി, ഭൗതികമായി, മാനസികമായി എല്ലാ നിലകളിലും, പ്രത്യേകിച്ച് ആത്മനിലവാരത്തിലും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾക്കെല്ലാവർക്കും കർത്താവ് നല്ലത് വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമുക്ക് ഒരുമിച്ച്
ചില വേദഭാഗങ്ങളിൽ കൂടെ കർത്താവിന്റെ വചനം ധ്യാനിക്കാം. ഞാൻ വളരെ സിമ്പിൾ എന്ന് തോന്നുന്ന ഒരു വിഷയമാണ് നിങ്ങളെ ഓർപ്പിക്കുന്നത്. വളരെ കേൾവിയിൽ നിങ്ങൾക്ക് വളരെ ലളിതമായി തോന്നാം. എന്നാൽ ഞാൻ പ്രസംഗിക്കാൻ പോകുന്നത് കർത്താവിനെ കുറിച്ചാണ്. കർത്താവിൻ്റെ നമ്മളോടുള്ള കരുതലിനെ കുറിച്ചാണ്. ആ സന്ദർഭത്തിൽ 2-3 വേദഭാഗങ്ങൾ വായിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. കഴിഞ്ഞ ഒരാഴ്ചയിലേറെയായി ഞാൻ സുഖമില്ലാതെ കിടപ്പിലായിരുന്നു. സൗണ്ട് തീരെയില്ല. അതുകൊണ്ട് ശബ്ദത്തിന് എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നാൽ നിങ്ങൾ ക്ഷമിക്കുക, പ്രാർത്ഥനയോട് ശ്രദ്ധിക്കുക. കർത്താവ് അനുഗ്രഹിക്കട്ടെ. 3 വേദഭാഗങ്ങൾ നമുക്ക് വായിക്കാം. നിങ്ങൾക്ക് ആർക്കെങ്കിലും വായിക്കാൻ സാധിക്കുമെങ്കിൽ വായിച്ചാട്ട്. മത്തായി എഴുതിയ സുവിശേഷം 8-ാം അധ്യായം 25-ാം വാക്യം നമുക്ക് ആദ്യം വായിക്കാം. അതിനുശേഷം മർക്കോസ് 4:38, അതിനുശേഷം ലൂക്കോസ് 8:24, മത്തായി 8:25. അവനെ ഉടനെയായിരുന്നു. അവർ അടുത്തു ചെന്നു, കർത്താവെ രക്ഷിക്കണമേ, ഞങ്ങൾ നശിച്ചു പോകുന്നു എന്ന് പറഞ്ഞ് അവനെ ഉണർത്തി. ഇനി ലൂക്കോസ് 4:38. അവൻ പള്ളിയിൽ നിന്നും ഇറങ്ങി ശിമോന്റെ വീട്ടിൽ ചെന്നു. ശിമോന്റെ അമ്മായി മർക്കോസ് 4:38. അവൻ അമരത്ത് തലയണ വെച്ച് ഉറങ്ങുകയായിരുന്നു. അവർ അവനെ ഉണർത്തി, ഗുരു, ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ലേ എന്ന് പറഞ്ഞു. അവൻ എഴുന്നേറ്റ് ലൂക്കോസ് 8:24. ഒരു തടാകത്തിൽ ഒരു ചുഴലിക്കാറ്റുണ്ടായി. പടകിൽ വെള്ളം നിറഞ്ഞിട്ട് അവൻ പ്രാണഭയത്തിലായി അടുക്കൽ ചെന്നു. നാഥ, നാഥ, ഞങ്ങൾ നശിച്ചു പോകുന്നു എന്ന് പറഞ്ഞ് അവനെ ഉണർത്തി. അവൻ എഴുന്നേറ്റ് കാറ്റിനെയും വെള്ളത്തിന്റെ കോപത്തെയും ശാസിച്ചു. അവ അമർന്നു, ശാന്തതയുണ്ടായി. 3 വാക്യങ്ങൾ നമ്മളിവിടെ വായിച്ചു. എന്നാൽ 3 വാക്യങ്ങളിലെയും സംഭവം ഒന്ന് തന്നെയാണ്. ഒരേ വിഷയത്തിൽ അകപ്പെട്ടിരിക്കുന്ന കർത്താവിന്റെ ശിഷ്യന്മാർ, അവരുടെ പ്രതിസന്ധികളുടെ നടുവിൽ കർത്താവിനെ വിളിച്ച 3 വിളികളാണ് നമ്മൾ ഇന്ന് ചിന്തിക്കുവാൻ പോകുന്നത്. മത്തായി 8:25 നമ്മൾ വായിച്ചത് എന്താണെന്നറിയാമോ? അവർ കർത്താവിനെ എന്താ വിളിച്ചത്? കർത്താവേ എന്നാണ് വിളിച്ചത്. നിങ്ങൾ ദൂരത്തായിരിക്കുന്നെങ്കിലും നമ്മൾ ഒരുമിച്ചാണ് ഈ വിഷയം ധ്യാനിക്കുന്നത്. അതുകൊണ്ട് വാക്യങ്ങൾ ശ്രദ്ധിക്കുകയും വാക്യങ്ങൾ പറയുന്നത് നല്ലതാണ്. മത്തായി 8:25 നമുക്ക് കാണാൻ കഴിയുന്നത് ശിഷ്യന്മാർ കർത്താവിനെ എന്താ വിളിച്ചത്? കർത്താവേ, ലോർഡ്. മർക്കോസ് 4:38 ശിഷ്യന്മാർ കർത്താവിനെ എന്താ വിളിക്കുന്നത് അറിയാമോ? ഗുരു, ഞങ്ങൾ നശിച്ചു പോകുന്നു. മത്തായി 8:25 ലോർഡ്, കർത്താവ് എന്ന് വിളിച്ചെങ്കിൽ അതേ വിഷയത്തിൽ മർക്കോസ് പറയുന്നത് അവർ കർത്താവിനെ ഗുരു, ടീച്ചർ എന്ന് വിളിച്ചു. ഇനി ലൂക്കോസ് 8:24 നമുക്കെന്താ കാണാൻ കഴിയുന്നത്? അവിടെ കാണുന്നത് ശിഷ്യന്മാർ കർത്താവിനെ എന്താ വിളിച്ചെന്നറിയാമോ? നാഥ, സ്തോത്രം, ലോർഡ്, ടീച്ചർ, മാസ്റ്റർ. കർത്താവേ, ഗുരുവേ, നാഥനെ എന്ന് വിളിക്കുന്ന തന്റെ ശിഷ്യന്മാർ. ഞാൻ ഈ വേദഭാഗം പഠിച്ചപ്പോൾ എന്തുകൊണ്ടാണവർ ഒരേ കർത്താവിനെ ഒരേ വിഷയത്തിന് മുമ്പിൽ ഒരു കൂട്ടം ജനം ഈ 3 പേരുകളിൽ വിളിക്കുന്നത്? നിങ്ങൾ എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മളെല്ലാവരും ഈ വേദഭാഗം പഠിക്കണം. ജീവിതത്തിന്റെ പ്രതികൂല സാഹചര്യങ്ങളിൽ
നമുക്ക് ദൈവത്തെ അത്യാവശ്യമാണ്. എന്നാൽ ഈ ദൈവം നമുക്ക് ചില സന്ദർഭങ്ങളിൽ കർത്താവായിട്ടാണ് വേണ്ടത്, ചില സന്ദർഭങ്ങളിൽ ടീച്ചറായിട്ടാണ് വേണ്ടത്, മറ്റു ചില സന്ദർഭങ്ങളിൽ നാഥനായിട്ടാണ് വേണ്ടത്. നമ്മുടെ ഒക്കെ ജീവിതത്തിൽ ഒരു ലോഡ്, ഒരു കർത്താവ് അത്യാവശ്യമാണ്. നമ്മുടെ ഒക്കെ പ്രതിസന്ധിയിൽ ഒരു ടീച്ചറിനെ അത്യാവശ്യമാണ്. നമ്മുടെ ഒക്കെ പ്രതിസന്ധിയിൽ ഒരു മാസ്റ്ററെ നമുക്ക് അത്യാവശ്യമാണ്. നമ്മുടെ കർത്താവ് ഭൂമിയിലായിരിക്കുന്ന പ്രത്യേക സന്ദർഭം പകൽ മുഴുവൻ കഫർനഹൂമിലും മറ്റു പല പട്ടണങ്ങളിലും അവർ ശുശ്രൂഷ ചെയ്തു വന്നു. സന്ധ്യയായപ്പോൾ കർത്താവ് തന്റെ ശിഷ്യന്മാരെ വിളിച്ചു പട്ടണത്തിൽ നിന്ന് പടകിൽ കയറാൻ പറഞ്ഞു. ഓർക്കണമേ, നമ്മുടെ ജീവിത സാഹചര്യം എന്ന് പറയുന്നത് എന്നും പട്ടണത്തിലായിരിക്കില്ല. ജീവിത സാഹചര്യങ്ങൾ പലപ്പോഴും പടകിലേക്ക് മാറേണ്ട അവസരങ്ങൾ കടന്നു വരും. പടകിലേക്ക് പ്രവേശിക്കുക എന്ന് പറഞ്ഞാൽ ആ പടക് ഓളങ്ങളും തിരമാലകളും ഭാരങ്ങളും പ്രശ്നങ്ങളും ഒക്കെ നിറഞ്ഞ ഒരു നദിയിൽ കൂടാണ് യാത്ര ചെയ്യുന്നത്. അങ്ങനല്ലേ നമ്മുടെയൊക്കെ ജീവിതം? എന്ന് സുഭിക്ഷമാണോ? എന്ന് സന്തോഷമാണോ? എന്തെല്ലാം ഭാരങ്ങൾ, എന്തെല്ലാം പ്രശ്നങ്ങൾ. കഴിഞ്ഞ പകൽ പട്ടണത്തിലായിരുന്നെങ്കിൽ ഈ സന്ധ്യയായപ്പോൾ പടകിന്റെ അനുഭവത്തിലാണ്. കഴിഞ്ഞ പകൽ പട്ടണത്തിലെ സമൃദ്ധിയുടെ അനുഭവമാണെങ്കിൽ സന്ധ്യയായപ്പോൾ ഭയപ്പെടുത്തുന്ന കാറ്റും കോളും ഓളങ്ങളും പ്രതിസന്ധികളും നിറഞ്ഞ ജീവിതയാത്രയിൽ നാം സഞ്ചരിക്കുകയാണ്. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമുക്ക് അത്യാവശ്യം ഒരു കർത്താവിനെയാണ്. സ്തോത്രം. ലോർഡ്. അവർ ആദ്യം വിളിച്ചത് മത്തായി രേഖപ്പെടുത്തിയിരിക്കുന്നു, അവർ കർത്താവിനെ കർത്താവ് എന്ന് തന്നെ വിളിച്ചു. സ്തോത്രം. എന്താണ് നമ്മൾ ഇനി പഠിക്കേണ്ടത്? അതിൽ നിന്നും പകല് മുഴുവൻ അവർ കർത്താവിന്റെ ശബ്ദം കേട്ടവരാണ്. കാരണം കർത്താവും ശിഷ്യന്മാരുമായി ബഹുപുരുഷാരമായി അവരോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ദൈവശബ്ദമാണ് അവർ കേട്ടുകൊണ്ടിരുന്നത്. എന്നാൽ സന്ധ്യയായപ്പോൾ എന്തു സംഭവിച്ചെന്നറിയാമോ? കർത്താവ് ആ പടകിൽ ഉണ്ടെങ്കിലും കർത്താവ് പടകിൽ ഉറങ്ങുകയാണ്. കർത്താവിന്റെ ശബ്ദം കേൾക്കാതെ വന്നപ്പോൾ ഭയപ്പെടുത്തുന്ന കാറ്റിന്റെയും കടലിന്റെയും ശബ്ദങ്ങളാണ് അവർ കേൾക്കുവാൻ തുടങ്ങിയത്. അതുകൊണ്ട് ദൈവമക്കൾ അറിയേണ്ടത്, ജീവിതത്തെ ഭയപ്പെടുത്തുന്ന പ്രതികൂല ശബ്ദങ്ങളുടെ ഭയം നമ്മളെ കീഴ്പ്പെടുത്താതിരിക്കുവാൻ നാം എന്ത് ചെയ്യണമെന്നറിയാമോ? ഉറങ്ങുന്ന യേശുവുമായി സഞ്ചരിക്കുകയല്ല, നമ്മോടൊപ്പമുള്ള കർത്താവിന് നമ്മിൽ പ്രവർത്തിപ്പാൻ അവസരം കൊടുത്തുകൊണ്ട് നാം മുന്നോട്ട് പോകുന്നെങ്കിൽ നമ്മുടെ കർത്താവ് നമ്മോട് സംസാരിച്ചു കൊണ്ടിരിക്കും. കർത്താവ് നമ്മോട് സംസാരിക്കുന്നെങ്കിൽ ആ ശബ്ദം നമ്മളെ ആശ്വസിപ്പിക്കുന്നതാണ്, ആ ശബ്ദം നമ്മളെ ഉറപ്പിക്കുന്നതാണ്, ആ ശബ്ദം നമ്മളെ ധൈര്യപ്പെടുത്തുന്നതാണ്, ആ ശബ്ദം പ്രതിസന്ധികളുടെ നടുവിൽ നിന്നും നമ്മളെ ഉദ്ധരിക്കുന്നതാണ്. എപ്പോഴെങ്കിലും ഈ ശബ്ദം കേൾക്കാതെ പോയാൽ ഭയപ്പെടുത്തുന്ന ശബ്ദങ്ങൾ നമ്മുടെ ചെവിയിൽ കേൾക്കേണ്ടി അവസരം വരും. അതുകൊണ്ട് എന്ത് അറിയാമോ? സദാസമയവും തിരുവചനത്തിൽ നിന്നും ധ്യാനിക്കുകയും പഠിക്കുകയും ചെയ്തുകൊണ്ടിരുന്നാൽ ഏത് സാഹചര്യങ്ങളിലും നമ്മളെ ഉറപ്പിക്കുവാൻ, നമ്മെ ധൈര്യപ്പെടുത്തുവാൻ ഈ ശബ്ദം നമുക്ക് ആശ്വാസമായി കടന്നു വരും. ഇവര് ഭയപ്പെട്ടിട്ട് അവരെന്ത് ചെയ്യുന്നറിയാമോ? ഒരു ചെറിയ പ്രാർത്ഥന. നോക്കണമേ, മുങ്ങിച്ചാകാൻ പോകുന്ന ഇവർ കർത്താവിനേക്കൽ ചെന്ന്, നമ്മളൊക്കെ ആയിരുന്നേ പ്രാർത്ഥിക്കാൻ തുടങ്ങിയ മുങ്ങിച്ചത്താൽ നിർത്തത്തില്ല. ചില പ്രാർത്ഥന അങ്ങനെ സന്ദർഭം മനസ്സിലാക്കി പ്രാർത്ഥിക്കണം. സന്ദർഭം മനസ്സിലാക്കി. ഇവിടെ ശിഷ്യന്മാർ ഗുരു കർത്താവേ, ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ലയോ? എനിക്ക് 40 മിനിറ്റ് തന്നിട്ടുണ്ട്.
അതുകൊണ്ട് വേഗത്തിൽ ഞാൻ പോട്ട് പോവുക. എൻ്റെ വിഷയം തീർക്കാൻ അത്രയും സമയം പോരാ. എന്നാൽ വളരെ വേഗത്തിൽ ഞാൻ ആ വിഷയത്തിലേക്ക് കടന്നു വരട്ടെ. ഒന്നാമത്, എന്തുകൊണ്ട് ശിഷ്യന്മാർ അവരെ ഭയപ്പെടുത്തുന്ന ഈ സാഹചര്യത്തിൽ നമ്മളൊക്കെയാണെങ്കിൽ ദൈവമേ എന്നേ വിളിക്കത്തുള്ളൂ. എന്റെ ദൈവമേ എന്ന് നെഞ്ചത്തിരിച്ചേ വിളിക്കത്തു. എന്നാൽ അതല്ല ചെയ്തത്. ദൈവം ദൈവമാണ്. പക്ഷേ ഇവിടെ ദൈവം ആരായിട്ട് വരണം? കർത്താവായിട്ട് വരണം. എന്താ കർത്താവ് എന്ന് പറഞ്ഞാൽ? സകലത്തിനു മേലും കർത്തൃത്വം നടത്താൻ അധികാരമുള്ള വ്യക്തിയാണ് നമ്മുടെ കർത്താവ്. നമ്മുടെ ദൈവം നമ്മുടെ ജീവിതത്തിൽ കർത്താവായി വെളിപ്പെടുമ്പോഴാണ് എന്തു സംഭവിക്കുന്നറിയാമോ? നാം ഭയപ്പെടുന്ന പ്രശ്നങ്ങൾക്ക്, വിഷയങ്ങൾക്ക് അതിന്മേൽ കർത്തൃത്വം നടത്തി നമ്മളെ രക്ഷിക്കുവാൻ ദൈവത്തിന് കഴിയുന്നത്. അപ്പോൾ കർത്താവ് നമ്മുടെ പ്രതിസന്ധികളുടെ നടുവിൽ നാം എന്ത് ചെയ്യുന്നറിയാമോ? നമ്മുടെ ദൈവത്തെ കർത്താവായിട്ട് നമ്മുടെ അടുക്കൽ കൊണ്ടുവരണം. ഇനി എന്താണ് ഈ കർത്താവിന്റെ പ്രത്യേകത എന്നറിയാമോ? ഒരു ബൈബിൾ സ്റ്റഡി പോലെ നമുക്ക് പോകാം. കർത്താവിന്റെ പ്രത്യേകത എന്താണ്? തീമോഥെയോസ് എഴുതിയ 2-ാം ലേഖനം 2-ാം അധ്യായം 19-ാം വാക്യം നിങ്ങൾ പെട്ടെന്ന് നോക്കിക്കോ. 2 തീമോഥെയോസ് 2:19 എന്താ പറയുന്നറിയാമോ? എങ്കിലും ദൈവത്തിന്റെ സ്ഥിരമായ അടിസ്ഥാനം നിലനിൽക്കുന്നു. കർത്താവ് തനിക്കുള്ളവരെ അറിയുന്നു എന്നും കർത്താവിന്റെ നാമം ഉച്ചരിക്കുന്നവനെല്ലാം അനീതി വിട്ടകന്നു കൊള്ളട്ടെ എന്നും ആകുന്നു അതിന്റെ മുദ്ര. എന്താകുന്നു? പ്രതിസന്ധികളുടെ നടുവിൽ നമ്മുടെ ദൈവം നമ്മുടെ അടുക്കൽ കർത്താവായി വരേണ്ടത്. ആ വായിച്ച വാക്യത്തിൽ ഒരു സെന്റൻസ് എടുത്ത് നോക്കി. എന്താ അവിടെ വായിച്ചത്? കർത്താവ് തനിക്കുള്ളവരെ അറിയുന്നു. ദൈവമക്കളെ, പ്രതിസന്ധികളും ഭാരങ്ങളും രോഗങ്ങളും ദുഃഖങ്ങളും ബുദ്ധിമുട്ടുകളും ആക്ഷേപങ്ങളും അപമാനങ്ങളും അവഗണനകളും അനവധിയായി ജീവിതത്തിൽ കടന്നു വരുമ്പോൾ ആരും എന്നെ അറിയുന്നില്ലല്ലോ എന്നോർത്ത് വിലപിക്കുന്ന ഒരു വ്യക്തി എന്നെ ശ്രദ്ധിക്കുന്നെങ്കിൽ നിങ്ങൾ അറിഞ്ഞേണ്ടത്, നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഈ ദൈവത്തെ കർത്താവായിട്ട് വരുത്തിയിട്ടുണ്ടെങ്കിൽ അറിയണം, ആരും നമ്മളെ അറിയാനില്ലെങ്കിലും നമ്മളെ അറിയുന്ന ഒരു കർത്താവ് നമുക്കുണ്ട്. ലോകത്തിൽ ചിലപ്പോൾ അറിയേണ്ടവർ പോലും നമ്മളെ അറിഞ്ഞെന്ന് വരത്തില്ല. അറിയാത്ത ഭാവത്തിൽ പോയും കണ്ണടച്ചു കളയും, നമ്മളോട് നിന്നും മാറി നിൽക്കും. എന്നാൽ അറിയണം, നമ്മുടെ കർത്താവുണ്ടല്ലോ, നമ്മളെല്ലാവരെയും അറിയുന്ന കർത്താവാണ്. വേദനകളുടെ നടുവിൽ, പ്രതിസന്ധികളുടെ നടുവിൽ ഓളങ്ങൾ അടിച്ചുയരുമ്പോൾ, തിരമാലകൾ ശക്തിയായി ആഞ്ഞടിക്കുമ്പോൾ പടക് മുങ്ങിപ്പോകും എന്ന് ചിന്തിക്കുന്ന സമയത്ത് ആരെന്നെ സഹായിക്കും എന്ന് ചിന്തിക്കുന്ന വേളയിൽ ആരുമില്ലല്ലോ എന്ന് വ്യാകുലപ്പെടുന്നെങ്കിൽ അവരറിഞ്ഞുകൊള്ളൂ, നിങ്ങളെ അറിയാവുന്ന ഒരു കർത്താവ് നിങ്ങളുടെ അടുത്തുണ്ട്. നിങ്ങളെ അറിയാവുന്ന ഒരു കർത്താവ്. എന്തുകൊണ്ട്? ഒരേ പ്രശ്നത്തിന് മുമ്പിൽ എത്തിയിരിക്കുന്ന ശിഷ്യന്മാർ പ്രതിസന്ധികളുടെ നടുവിൽ എന്റെ ദൈവമേ എന്ന് വിളിക്കാതെ എന്റെ കർത്താവേ എന്ന് വിളിച്ചു. അതിന്റെ കാരണം അവരെ അറിയാവുന്നത് ഈ കർത്താവിന് മാത്രമാണ്. നമ്മളെ അറിയാവുന്നത് നമ്മുടെ കർത്താവിന് മാത്രമാണ്. നഹൂം പ്രവചനം 1-ാം അധ്യായം 7-ാം വാക്യം നിങ്ങൾ പഠിക്കണം. ആ വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് എന്താണെന്ന് അറിയാമോ? കർത്താവ് തങ്ങൾ ആശ്രയിക്കുന്നവരെ അറിയുന്നു. ആശ്രയിക്കുന്നവരെ തള്ളിക്കളയാതെ കഷ്ടതയിൽ ഏറ്റവും അടുത്ത തുണയായി കടന്നു വരുന്ന ദൈവ സാന്നിധ്യം അനുഭവിക്കുന്ന ദൈവമക്കൾ ആ ദൈവത്തെ ജീവിതത്തിന്റെ കർത്തൃത്വം മുഴുവൻ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് കർത്താവേ എന്ന് വിളിക്കുന്നെങ്കിൽ തങ്ങൾ ആശ്രയിക്കുന്നവരെ ആ കർത്താവ് അറിയുന്ന ദൈവമാണ്. യോഹന്നാൻ സുവിശേഷം 10-ാം അധ്യായം 3-ാം വാക്യം
ആ വാക്യം എന്താ പറയുന്നറിയാമോ? എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു വാക്യമാണ്. കാരണം അവിടെ ഒരു ഇടയനെ ആട്ടിൻകൂട്ടത്തെ കുറിച്ച് പറഞ്ഞതിന് ശേഷം ഇടയനെ കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുകയാണ്, അവൻ തന്റെ ആടുകളുടെ പേര് ചൊല്ലി വിളിക്കുന്നു. നമ്മുടെയൊക്കെ പേര് പറഞ്ഞ് എത്രയോ പേര് ആക്ഷേപിക്കുമ്പോൾ, നിന്ദിക്കുമ്പോൾ, ആ നമ്മുടെയൊക്കെ പേരിനെ വിടക്കെന്നെണ്ണുമ്പോൾ അറിയണം, ആരൊക്കെ പേര് മറന്നുപോയാലും മറന്നുപോകാത്ത ഒരു നല്ല കർത്താവ് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഇടയനായി ഉണ്ടെങ്കിൽ ആ കർത്താവിനെ പ്രതിസന്ധിയുടെ നടുവിൽ എന്റെ കർത്താവേ എന്ന് വിളിച്ചാൽ, സൗദി അറേബ്യയിൽ ഇരുന്നു കൊണ്ട്, കേരളത്തിൽ ഇരുന്നു കൊണ്ട്, അമേരിക്കയിൽ ഇരുന്നു കൊണ്ട് എന്റെ കർത്താവേ എന്ന് വിളിക്കുന്ന വ്യക്തിയുടെ പേര് തിരിച്ചറിയുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. സ്തോത്രം. നിങ്ങൾ ശ്രദ്ധിച്ചോ, എത്ര അധികം ദൈവത്തെ മഹത്വപ്പെടുത്തണം. ഒരു സെക്കൻഡിൽ കോടിക്കണക്കിന് ആളുകളാ ദൈവത്തെ വിളിക്കുന്നത്. ആ കൂട്ടത്തിൽ നിങ്ങൾ ഒരാളും എന്റെ കർത്താവേ എന്ന് വിളിച്ചാലുണ്ടല്ലോ, നിങ്ങളുടെ പേര് ആ കർത്താവിനറിയാം. ഇത് ആഗ്രയിൽ നിന്ന്, അല്ലെങ്കിൽ സൗദിയിൽ നിന്ന്, അല്ലെങ്കിൽ കേരളത്തിൽ നിന്ന് ഇന്ന വ്യക്തിയാണ് വിളിക്കുന്നത് എന്ന് തിരിച്ചറിയാവുന്ന ഒരു കർത്താവ് നമുക്കുണ്ട് എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ അനുഗ്രഹം. അതുകൊണ്ട് എന്ത് ചെയ്യണമെന്നറിയാമോ? പ്രതിസന്ധികളിൽ, പ്രശ്നങ്ങളിൽ, ഓളങ്ങൾ അടിക്കുമ്പോൾ, തിരമാലകൾ വർദ്ധിക്കുമ്പോൾ, പ്രതിസന്ധികൾ ഏറി വരുമ്പോൾ എങ്ങനെ മുന്നോട്ട് പോകണം എന്നറിയാതെ വ്യാകുലപ്പെടുന്ന ഏതൊരു വ്യക്തിയും അറിഞ്ഞിരിക്കേണ്ടത്, എന്റെ ദൈവമേ എന്ന് വിളിക്കുമ്പോൾ തന്നെ എന്റെ ജീവിതത്തിന്റെ സകല കർത്തൃത്വവും ഞാൻ എന്റെ കർത്താവിനെ ഏൽപ്പിച്ചിരിക്കുന്നതിനാൽ, എന്റെ കർത്താവേ എന്ന് വിളിക്കുമ്പോൾ വിളിക്കുന്നവനെ തിരിച്ചറിയുന്ന ഒരു ദൈവം. സങ്കീർത്തനത്തിലൊരു വാക്യമുണ്ട്, കരയുന്ന കാക്കക്കുഞ്ഞുങ്ങൾക്കും അതതിൻ്റെ ആഹാരം കൊടുക്കും. ആ വാക്യം ധ്യാനിച്ചു നോക്കിയേ. കരയുന്നത് ആരാണ്? കാക്കയാണോ? കരയുന്നത് ആരാണ്? ഒരു സഹോദരിയാണോ, സഹോദരനാണോ എന്നുപോലും തിരിച്ചറിയുന്ന നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിന്റെ വിലപ്പെട്ട സാന്നിധ്യം ഈ സമയത്ത് അർദ്ധരാത്രി കഴിഞ്ഞപ്പോഴും രാത്രിയിലും പകലും വിവിധയിടങ്ങളിൽ ഇരുന്നു കൊണ്ട് ദൈവത്തെ ആരാധിക്കുന്ന ദൈവമക്കൾ മനസ്സിലാക്കണം, ഈ കർത്താവുണ്ടല്ലോ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ സ്വരം മനസ്സിലാക്കുന്നവനാണ്, നമ്മുടെ പേരറിയുന്നവനാണ്. അതാണ് നമ്മുടെ കർത്താവ്. ആ കർത്താവിനെ പ്രതിസന്ധിയിൽ എന്ത് ചെയ്യണമെന്നറിയാമോ? ദൈവത്തെ കർത്താവായി കൊണ്ടുവരണം. എനിക്ക് ഈ ഒരു വിഷയം തന്നെ 1 മണിക്കൂർ സംസാരിക്കാനുണ്ട്. എന്നാൽ സമയം വേഗത്തിൽ പോകുന്നുണ്ട്. അടുത്ത വിഷയത്തിലേക്ക് പോകുകയാണ്. രണ്ടാമത്തെ വിഷയം എന്തായിരുന്നു നമ്മൾ ചിന്തിച്ചെന്നറിയാമോ? മർക്കോസ് 4:38 ശിഷ്യന്മാർ കർത്താവിനെ എന്തോ വിളിച്ചു? ഗുരു, ടീച്ചർ. സ്തോത്രം. ശിഷ്യന്മാർ വിളിക്കുന്നത് ഗുരു. ഞാൻ ആ വാക്യം പഠിച്ചപ്പോൾ ഓളങ്ങളും തിരമാലകളേറി പടകം മുങ്ങിച്ചാകാൻ തുടങ്ങുന്ന സമയത്ത് ടീച്ചറെ എന്ന് വിളിക്കേണ്ട വല്ല ആവശ്യമുണ്ട്? ഇവിടെയാണ് ദൈവമക്കൾ കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഒരു ടീച്ചറിന്റെ ആവശ്യമെന്താ? നമ്മളെ പഠിപ്പിക്കാനാ. നമുക്ക് ഉത്തരമില്ലാത്ത ചോദ്യങ്ങൾക്ക് മറുപടി തരാനാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉത്തരം കിട്ടാത്ത അനേക ചോദ്യങ്ങൾ ഇന്നുമില്ലേ? ഓർത്തു നോക്കിയേ, എന്റെ ജീവിതത്തിലുണ്ട്. നാളുകളായി ദൈവസന്നിധി ചോദിക്കുന്ന ചില ചോദ്യങ്ങൾ ഇപ്പോഴുമുണ്ട്. മറുപടിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. ഇങ്ങനെ നമുക്കറിയാൻ വയ്യാത്ത ചോദ്യങ്ങളുടെ മുമ്പിൽ നമ്മളായിരിക്കുമ്പോൾ ആരെ നമുക്ക് ആവശ്യം? നമ്മുടെ ദൈവം ഒരു ടീച്ചറായിട്ട് വരണം. ധ്യാനിക്കണമേ എല്ലാ പ്രിയപ്പെട്ടവരും, ഏകാഗ്രതയോട് പഠിക്കണമേ.
പ്രതിസന്ധികളുടെ നടുവിൽ, ഭാരങ്ങളുടെ നടുവിൽ നാം അറിയേണ്ടത് ഉത്തരം കിട്ടാത്ത അനവധി ചോദ്യങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. ചില ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ അറിയാമെങ്കിലും ചിലപ്പോൾ മിണ്ടാനൊക്കത്തില്ല. അങ്ങനെയുള്ള സാഹചര്യമുണ്ട്. ഞാനൊരു സംഭവം ചൂണ്ടിക്കാണിക്കാം. അബ്രഹാമും ഇസ്ഹാക്കും കൂടെ യാഗം കഴിക്കാൻ പോവുകയാണ്. പോകുന്ന വഴി ഇസ്ഹാക്ക് ഒരു ചോദ്യം. അപ്പാ, സാധാരണ നമ്മൾ യാഗത്തിന് പോകുമ്പോൾ ഈ എടുത്തിരിക്കുന്ന സാധനങ്ങൾ കൂടാതെ ഒരു ആട്ടിൻകുട്ടിയും കൂടെ കൊണ്ടുപോകാൻ പതിവുണ്ടല്ലോ, ഇന്നെന്താ ആടിനെ എടുക്കാത്തത്? അബ്രഹാമിന് മറുപടി പറയാൻ അറിയാം, പക്ഷെ മിണ്ടാനൊക്കത്തില്ല. നാട്ടിൽ പറയുന്ന പോലെ ഉള്ളിൽ ബോധമുണ്ടെങ്കിലും മിണ്ടാനൊക്കത്തില്ല. അനേക സന്ദർഭങ്ങളിൽ അനേകർ ഇതുപോലെ നമ്മളെ ചോദ്യം ചെയ്തിട്ടില്ലേ? പലതിനും മറുപടി പറയാൻ അറിയാം. മറുപടി പറഞ്ഞാൽ അത് മറ്റു പലർക്കും ബുദ്ധിമുട്ടാകും. എന്തു ചെയ്തു? ഒരു മണ്ടനെ പോലെ നിന്നുകൊടുത്തു, ഒന്നും അറിയാത്തവനെ പോലെ നിന്നുകൊടുത്തു. പക്ഷെ അബ്രഹാമിന് ഒരു മറുപടിയുണ്ട്. എന്താ മറുപടി? ദൈവം കരുതിക്കൊള്ളും. ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങളുടെ മുമ്പിൽ, പ്രശ്നങ്ങളുടെ മുമ്പിൽ, ഓളങ്ങളുടെ മുമ്പിൽ ഞാനും നിങ്ങളും കടന്നു പോകുമ്പോൾ എനിക്കൊരു ടീച്ചറിനെ ആവശ്യമാണ്. എന്നെ എഡ്യൂക്കേറ്റ് ചെയ്യുവാൻ, എന്നെ എഡിഫൈ ചെയ്യുവാൻ, എന്നെ പഠിപ്പിക്കുവാൻ, എന്നെ ആത്മീയ നിലവാരത്തിൽ ഉറപ്പിക്കുവാൻ ഒരു ടീച്ചറിനെ എനിക്ക് ആവശ്യമാണ്. ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ ഈ ടീച്ചറിനെ ആവശ്യമില്ലേ? എന്തുകൊണ്ട് കർത്താവേ എന്ന് വിളിച്ച ശിഷ്യന്മാർ ഇപ്പോൾ ഇവിടെ ഗുരു എന്ന് അങ്ങ് മൗനമായിരിക്കരുത്, അങ്ങ് എഴുന്നേൽക്കണം, ഈ പ്രതിസന്ധിയിൽ നിന്നും ഞങ്ങളെ വിടുവിക്കണം. പ്രൈസ് ദി ലോർഡ്. ഈ യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം 28-ാം വാക്യത്തിൽ നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു ചിന്തയുണ്ട്. യോഹന്നാൻ 11:28. എന്താ വിഷയം എന്നറിയാമോ? ലാസർ മരിച്ചു, 4 ദിവസമായി. 4-ാം ദിവസം നമ്മുടെ കർത്താവ് അവിടെ കടന്നു വന്ന വേളയിൽ മാർത്ത ഓടിച്ചെന്ന് യേശുവിനെ എതിരേറ്റു. മറിയ ദുഃഖത്തോടുകൂടെ തന്റെ വീട്ടിൽ തന്നെ ഇരുന്നു. കർത്താവ് മാർത്തയോട് ചോദിച്ചു, എന്തിയേ മാർത്ത, ഞാനിവിടെ വന്നത് മാർത്തേ നിന്നെ മാത്രമല്ല, എനിക്കറിയാം മറിയയുടെ ഹൃദയവേദനയിലിരിക്കുന്ന മറിയേയും കാണാൻ കൂടിയാണ്. എന്നിട്ട് ഇത് കേട്ട മാർത്ത ഓടിച്ചെന്ന് മറിയോട് എന്താ പറയുന്നറിയാമോ? നിങ്ങൾക്കറിയാമോ വാക്യം? അവിടെ എഴുതിയിരിക്കുന്നത് ഗുരു വന്നിട്ടുണ്ട്, നിന്നെ വിളിക്കുന്നു. ഞാൻ ആ അധ്യായം പഠിച്ചപ്പോൾ ഇവിടെ എന്തിനാ ഒരു ഗുരുവിന്റെ ആവശ്യം? മരണ വീട്ടിൽ ഒരു ഗുരുവിന്റെ ആവശ്യമുണ്ടോ? ഉണ്ട്. എന്താണെന്നറിയാമോ? കഴിഞ്ഞ 4 ദിവസങ്ങളായി ഇവർ അനേക ചോദ്യങ്ങളെ ഫേസ് ചെയ്തു. ഒരു കൂട്ടർ വന്ന് ചോദിച്ചു, യേശു വരുമ്പോഴെല്ലാം ഉണ്ടായിരുന്ന മുഴുവൻ എടുത്ത് സൽക്കരിക്കുന്നവരല്ലായിരുന്നോ നിങ്ങൾ? നിങ്ങളുടെ കഷ്ടതയിൽ യേശു ഒന്ന് തിരിഞ്ഞു നോക്കിയോ? പ്രാർത്ഥിച്ചില്ലേ? വിളിച്ചില്ലേ? ആളെ വിട്ട് പറയിച്ചില്ലേ? എന്നിട്ട് എന്തിയേ? കഷ്ടത വന്നപ്പം മറന്നു കളഞ്ഞില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ആക്ഷേപിക്കുന്നവരുടെ ചോദ്യങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി അനവധി ഇവിടെ ജീവിതത്തിൽ കടന്നു വന്നപ്പോൾ ഇവർക്കാർക്ക് ഉത്തരം പറയാൻ ഒക്കുന്നില്ല. ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, വെറും സിമ്പിളാണെന്ന് തോന്നുന്ന ചില ചിന്തകളാണ് ഞാൻ നിങ്ങളെ ഓർപ്പിക്കുന്നത്. പക്ഷേ ഈ ദൂതിൽ കൂടെ ചിലർക്ക് ദൈവം നിങ്ങളോട് സംസാരിക്കാനുണ്ട്. ചില വ്യക്തികളോട് ഇപ്പോഴും ദൈവം ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. വീട് വിട്ടിറങ്ങി തിരിച്ചപ്പോൾ, സമുദായം വിട്ടിറങ്ങി തിരിച്ചപ്പോൾ, കർത്താവിനെ അനുസരിച്ച്, കർത്താവിന്റെ കൽപ്പനയെ അനുസരിച്ച് ഇറങ്ങി തിരിച്ചപ്പോൾ അനേക ചോദ്യങ്ങൾ ജീവിതത്തിൽ കടന്നു വന്നില്ലേ? എത്ര ചോദ്യം! മിണ്ടാതെ നിന്ന് കേട്ടതല്ലേ ഉള്ളൂ. പ്രിയപ്പെട്ടവരെ, എന്തിനാ കർത്താവ് വന്നിരിക്കുന്ന അറിയാമോ?
നീ മിണ്ടാതെന്ന് കേട്ട സ്ഥാനത്ത് നിനക്ക് വേണ്ടി മറുപടി പറയുവാൻ ഇതാ കർത്താവ് വന്നിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. നാട്ടുകാരുടെ ചോദ്യം, വീട്ടുകാരുടെ ചോദ്യം, സ്നേഹിതരുടെ ചോദ്യം. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ഈ സന്ദർഭത്തിൽ ദൈവമക്കൾ അറിഞ്ഞുകൊള്ളൂ, എനിക്ക് വേണ്ടി നിങ്ങൾക്ക് വേണ്ടി കാര്യങ്ങൾ പറയാൻ അറിവുള്ള ഒരു ഗുരു നമ്മുടെ അടുക്കൽ വന്നിട്ടുണ്ട്. പ്രതിസന്ധിയുടെ നടുവിൽ കർത്താവേ എന്ന് വിളിച്ച ശിഷ്യന്മാർ അടുത്ത നിമിഷം ഗുരു എന്ന് വിളിക്കുന്നതിനേക്കാൾ അവർക്കറിയാൻ വയ്യാത്ത ഒത്തിരി പ്രോബ്ലംസ് ഉണ്ട്. അവർക്കറിയാൻ വയ്യാത്ത ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. അവർക്കറിയാൻ വയ്യാത്ത ഒത്തിരി ചോദ്യങ്ങളുടെ മുമ്പിലുണ്ട്. ആ ചോദ്യങ്ങൾക്കെല്ലാം മറുപടി പറയുവാൻ ഈ ഭൂമിയിൽ നിന്ന് ഒരാളെ അല്ല ആവശ്യം. പിന്നെയോ എല്ലാം അറിയാവുന്ന കർത്താവ് അടുക്കൽ വന്നെങ്കിൽ മാത്രമേ ചോദ്യങ്ങൾക്ക് മറുപടി കൊടുക്കുവാൻ കഴിയുകയുള്ളൂ. പ്രിയരെ, നിങ്ങൾ ഏതെങ്കിലും വിഷയങ്ങളുടെ മുമ്പിൽ ഇതുപോലെ ഭാരപ്പെട്ട് നിൽക്കുന്നെങ്കിൽ ഒരു 4 ദിവസം ക്ഷമിക്കൂ. ഒന്നെങ്കിൽ ഒരു 4-ാം യാമം, അല്ലെങ്കിൽ ഒരു 4 ദിവസം. ഇത് കഴിയുമ്പോൾ നമ്മുടെ ചോദ്യങ്ങൾക്ക് മറുപടിയായി നമ്മുടെ ഗുരു നമ്മുടെ അടുക്കൽ തന്നെ വരും. പ്രൈസ് ദി ലോർഡ്. എത്ര പേര് ഇത് വിശ്വസിക്കുന്നു? വിശ്വസിക്കുന്നവർ ഈ വചനം ഏറ്റെടുത്ത് പ്രാർത്ഥിക്കൂ. നിങ്ങളുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾക്ക് ഇന്നൊരു വിടുതലാണ്. സ്തോത്രം. അനുഗ്രഹമാണ്, ആശ്വാസമാണ്. ഓളങ്ങളും തിരമാലകളും ശാന്തമാകുന്ന സമയമാണ്. അബ്രഹാമിന്റെ നേരെ കടന്നു വന്ന ചോദ്യം മറുപടി പറയാൻ അറിയാമായിരുന്നു. പക്ഷേ ദൈവത്തിന്റെ സമയമാവോളം മിണ്ടാതിരിക്കാൻ അബ്രഹാം തീരുമാനിച്ചു. എല്ലാത്തിനും കയറി മറുപടി പറയരുത് കേട്ടോ. ചിലർ കേൾക്കുന്നതിന് മുമ്പേ മറുപടി പറയുന്നത് ഇല്ല. കർത്താവ് പോലും തന്നെ പലപ്പോഴും വിസ്തരിക്കുമ്പോൾ പോലും മിണ്ടാതെ നിൽക്കുകയാണ്. എല്ലാ ചോദ്യങ്ങൾക്കൊന്നും ദൈവമക്കൾ മറുപടി പറയാൻ പോകും. അതുകൊണ്ടല്ലേ യാക്കോബ് പറഞ്ഞത്, കേൾപ്പാൻ വേഗത, പറയുവാൻ താമസം. എന്താ പറയാൻ താമസം? കേട്ട ചോദ്യത്തിന് മറുപടി പറയേണ്ടത് ഞാനാണോ എന്നാദ്യം ചിന്തിക്കണം. 2, ചോദ്യം ശ്രദ്ധിച്ചേച്ച് ഉത്തരം മാത്രം പറയേണ്ടതിന് ആലോചിക്കാൻ സമയമെടുക്കണം. അനേക കുടുംബങ്ങളിലും ശുശ്രൂഷകളും സഭകളും ഒക്കെ പ്രശ്നം എന്തറിയാം? ഒരാളൊരു വാചകം പറഞ്ഞ് പൂർത്തീകരിക്കാൻ സമയം കൊടുക്കത്തില്ല. അതിനു മുമ്പേ മറുപടിയുമായി ചാടിയത്. ചെയ്യരുത്. കേൾപ്പാൻ വേഗത വേണം, പറയുവാൻ താമസം. പറയേണ്ടതിന് മാത്രമേ മറുപടി പറയാവൂ. ചില കാര്യങ്ങൾക്ക് ദൈവം മറുപടി പറഞ്ഞെങ്കിലേ ഒക്കത്തോളൂ. അതുകൊണ്ട് ദൈവത്തിന് അവസരം കൊടുക്കണം. സ്തോത്രം. കർത്താവേ എന്ന് വിളിച്ചതിന്റെ കാര്യം അവർക്കറിയാം. ഞങ്ങളെ അറിയാവുന്നത് കർത്താവിന് മാത്രമാണ്. ഗുരുവേ എന്ന് വിളിച്ചതിന്റെ കാരണം ഇവർക്ക് ലോകത്തിൽ ആർക്കും മറുപടി പറയും സാധിക്കാത്ത പ്രശ്നങ്ങളുടെ മുമ്പിൽ ഉത്തരം പറയുവാൻ എന്റെ കർത്താവിന് കഴിയും എന്നറിഞ്ഞപ്പോൾ അവർ നമ്മുടെ കർത്താവിനെ, നമ്മുടെ ദൈവത്തെ, ഗുരു അങ്ങൊന്ന് എഴുന്നേൽക്കണമേ എന്ന് പറഞ്ഞു. സ്തോത്രം. 3-ാമത്തെ വിഷയം എന്താണെന്നറിയാമോ? ലൂക്കോസ് 8:24. അവിടെ എന്താ നമ്മൾ വായിച്ചത്? മത്തായി പറഞ്ഞു, ശിഷ്യന്മാർ യേശുവിനെ കർത്താവേ എന്ന് വിളിച്ചു. മർക്കോസ് പറഞ്ഞു, ശിഷ്യന്മാർ യേശുവിനെ ഗുരുവേ എന്ന് വിളിച്ചു. ലൂക്കോസ് എന്താ പറയുന്നത്? അവർ കർത്താവിനെ നാഥ എന്ന് വിളിച്ചു. ലോർഡ്, ടീച്ചർ, മാസ്റ്റർ. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ദൈവം ആരാണ്? നമ്മുടെ ലോർഡാണ്, കർത്താവാണ്. നമ്മുടെ ദൈവം ആരാണ്? നമ്മുടെ ടീച്ചറാണ്. നമ്മുടെ ദൈവം ആരാണ്? നമ്മുടെ
മാസ്റ്ററാണ്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. എന്താ മാസ്റ്റർക്കുള്ള പ്രത്യേകത? നമ്മൾ ചിന്തിക്കണം. മാസ്റ്റർക്കുള്ള പ്രത്യേകത എന്ന് പറഞ്ഞ ലൂക്കോസ് 5:5 നിങ്ങൾക്കറിയാവുന്ന വേദഭാഗം. വാക്യങ്ങൾ ഞാൻ അധികം വായിപ്പിക്കുന്നില്ല. എന്താ ലൂക്കോസ് 5:5 പറയുന്നറിയാമോ? ശിശുമാടിക്കൽ കടന്ന് എന്താ കർത്താവ് ചോദിച്ചു, കുഞ്ഞുങ്ങളെ എന്തോ ചെയ്യുക, കൂട്ടാൻ വല്ലതും ഉണ്ടോ? അവരെന്താ മറുപടി പറഞ്ഞത്? നാഥാ, ഞങ്ങള് രാത്രി മുഴുവൻ അധ്വാനിച്ചു, ഒന്നും കിട്ടിയില്ല. കൂട്ടാൻ വല്ലതും ഉണ്ടോ? ഇന്നും കൂട്ടാൻ വെക്കുന്ന വലിയ പ്രശ്നം. ഏത് വീട്ടിൽ ചെന്നാലും ചോറിന് ബുദ്ധിമുട്ട്. കൂട്ടാന്റെ കാര്യ പ്രശ്നം. കർത്താവ് ചോദിച്ചു അത് തന്നെയാ, കൂട്ടാൻ വല്ലതും. നമ്മൾ ചിന്തിച്ചു നോക്കിയേ. ഇവിടെ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. നാഥാ, ഞങ്ങൾ അധ്വാനിച്ചു, സ്തോത്രം, പക്ഷെ ഞങ്ങൾക്ക് ഒന്നും കിട്ടിയില്ല. സമയം തീരുന്നതുകൊണ്ട് ഞാൻ വാക്കിൽ വേഗത്തിൽ മുമ്പോട്ട് കൊണ്ടുപോയിട്ട് അവസരം വന്നപ്പോൾ പറഞ്ഞു, എന്നിട്ട് പറഞ്ഞു, കർത്താവ് പറഞ്ഞു, നിങ്ങൾ എന്ത് ചെയ്യൂ, ആ പടകിന്റെ വലത്തു ഭാഗത്ത് ആഴത്തിലേക്ക് ഇറങ്ങി വീശാൻ പറഞ്ഞു. അന്നേരം അവര് പറഞ്ഞു കേൾക്കണമോ? നാഥാ, ഇന്നലെ മുഴുവൻ ഞങ്ങൾ അവിടെ വീശിതാ, ഒന്നും കിട്ടിയില്ല. അടുത്തത്, എങ്കിലും നാഥാ, നിന്റെ വാക്കിന് വലയിറക്ക. എന്താ? എനിക്കൊരു കർത്താവിനെ വേണം, എനിക്കൊരു ഗുരുവിനെ വേണം. എന്താ കാരണം? എൻ്റെ കർത്താവ് മാത്രമേ എന്നെ അറിയുന്ന പോലെ അറിയുന്നുള്ളൂ. എൻ്റെ പേര് മറക്കാത്തത് എൻ്റെ കർത്താവ് മാത്രമാണ്. എന്നെ ഒരിക്കലും ഉപേക്ഷിക്കാത്തത് എൻ്റെ കർത്താവ് മാത്രമാണ്. അതുകൊണ്ട് എൻ്റെ കർത്താവിനെ എനിക്ക് വേണം, എൻ്റെ ഗുരുവിനെ എനിക്ക് വേണം. കാരണം ഉത്തരം കിട്ടാത്ത അനേക ചോദ്യങ്ങളുടെ മുമ്പിൽ ഞാൻ നിന്ന് കുഴയുമ്പോൾ എനിക്ക് വേണ്ടി സംസാരിക്കുവാൻ എനിക്കൊരു ഗുരുവിനെ അത്യാവശ്യമാണ്. 3, രാത്രി മുഴുവൻ അധ്വാനിച്ചു, ഉറക്കളച്ച് പണിയുക, ഉറക്കളച്ച് ജോലി ചെയ്യുക, എന്നിട്ടും കടം മാറുന്നില്ല, ബുദ്ധിമുട്ട് മാറുന്നില്ല, പ്രശ്നം മാറുന്നില്ല. എന്താവശ്യം? ഒരു മാസ്റ്ററിനെ നമുക്ക് വേണം. ഏതാ ഈ മാസ്റ്റർ? ഞാനല്ല എൻ്റെ മാസ്റ്റർ, എനിക്കൊരു മാസ്റ്ററെ വേണം. അനേകരുടെയും മാസ്റ്റർ എന്താണെന്നറിയാമോ? പണമാണ് അനേകരുടെ യജമാൻ. ആ പണമെന്ന യജമാനിൽ ആശ്രയിക്കുന്ന വ്യക്തികൾ മനസ്സിലാക്കണം, ഇത് തീർന്നു പോകും. നമുക്കൊരു യജമാനനെ വേണം, നമുക്കൊരു മാസ്റ്ററെ വേണം. അത് നമ്മുടെ കർത്താവാണ്, അത് നമ്മുടെ ഗുരുവാണ്, അത് നമ്മുടെ ദൈവമാണ്. നാഥാ, രാത്രി മുഴുവൻ ഞങ്ങൾ അധ്വാനിച്ചു, ഒന്നും കിട്ടിയില്ല, എങ്കിലും നിന്റെ വാക്കിന് ഞങ്ങൾ വലയിറക്കാം. എന്തു പറ്റി? ഇന്നലെ രാത്രി മുഴുവൻ അധ്വാനിച്ചതും കൂടെ കൂട്ടിച്ചേർത്തമ്പുരാൻ ആ വല നിറച്ചങ്ങ് കൊടുത്തു. എന്തിനാ നമുക്കൊരു മാസ്റ്റർ ആവശ്യം? ഒരു യജമാനൻ, ഒരു നാഥൻ എന്തിനാ നമുക്ക് ആവശ്യം? പ്രിയരെ, നിങ്ങളുടെ ബുദ്ധിമുട്ട് മാറണമെങ്കിൽ, പ്രശ്നങ്ങൾ തീരണമെങ്കിൽ, ഭാരങ്ങൾ മാറണമെങ്കിൽ ഈ ദൈവം ഒരു കർത്താവായി നമ്മുടെ അടുക്കൽ വരണം. ഈ ദൈവം ഒരു ടീച്ചറായി നമ്മുടെ അടുക്കൽ കടന്നു. ഈ ദൈവം ഒരു മാസ്റ്ററായി, ഒരു നാഥനായി നമ്മുടെ അടുക്കൽ വരണം. അതുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ ദൈവമക്കൾ അറിയേണ്ടത്, ഈ 3 പേരും വിളിച്ച് പ്രാർത്ഥിക്കണം ദൈവത്തിൽ. എൻ്റെ ദൈവമേ, അങ്ങന്റെ കർത്താവാണ്. എൻ്റെ ദൈവമേ, അങ്ങന്റെ ഗുരുവാണ്. എൻ്റെ ദൈവമേ, അങ്ങന്റെ മാസ്റ്ററാണ്, നാഥനാണ്, യജമാനനാണ്. എത്ര അധ്വാനിച്ചാലും ഒന്നും കിട്ടുന്നില്ല എന്ന് ചിന്തിക്കുന്ന ആരെങ്കിലും എന്നെ ശ്രദ്ധിക്കുന്നെങ്കിൽ, നിങ്ങളുടെ ജീവിതത്തിൽ ഈ ദൈവത്തെ മാസ്റ്ററായിട്ട് കൊണ്ടുവരണം. മറ്റാര് പറയുന്നതിനേക്കാൾ അപ്പുറത്ത് കർത്താവ് പറയുന്നതിനെ,
കർത്താവിന്റെ വചനത്തെ അനുസരിക്കാൻ മനസ്സ് വെച്ചാൽ നമ്മൾ അറിയണം, നമ്മുടെ ശൂന്യതകൾ മാറ്റി നമ്മുടെ വലകളെ നിറയ്ക്കുവാൻ നമ്മുടെ ദൈവത്തിന് കഴിയും എന്ന് മനസ്സിലാക്കിയിട്ട് we have to call our God is our Lord. ആ ദൈവം തന്നെയാണ് നമ്മുടെ കർത്താവ്, നമ്മുടെ ടീച്ചർ, നമ്മുടെ മാസ്റ്റർ. അത് മനസ്സിലാക്കിയിട്ടുണ്ടോ? അത് വിശ്വസിക്കുന്നുണ്ടോ? ഒരേ പ്രശ്നത്തിൽ ഒരു പടകിൽ സഞ്ചരിക്കുന്ന ഒരു കൂട്ടം ജനം ഒരു വിഷയത്തിന്റെ മുമ്പിൽ അവിടെ ദൈവത്തെ കർത്താവും ഗുരുവും നാഥനുമായി കണ്ടെങ്കിൽ എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ ദൈവസ്നേഹത്തിൽ ഓർപ്പിക്കട്ടെ, നമ്മുടെ ദൈവം നമ്മുടെ കർത്താവായിരിക്കട്ടെ. വേറെ ആരും നമ്മുടെ മേൽ കർത്തൃത്വം നടത്താൻ അനുവദിക്കരുത്. ദൈവമായിരിക്കട്ടെ കർത്താവ്. നമ്മുടെ ടീച്ചർ നമ്മുടെ ദൈവമാകട്ടെ. സ്വർഗത്തിലെ ഭൂമിയിലെ സകല അധികാരവും നമ്മുടെ കർത്താവിന്റെ പക്കലാണ്. ഈ കർത്താവാണ് നമ്മുടെ ഗുരു. പ്രൈസ് ദി ലോർഡ്. ഈ ഗുരുവാണ് നമ്മുടെ മാസ്റ്റർ. മറ്റാരും നമ്മളെ നിയന്ത്രിക്കാൻ ഇടവരാതെ യജമാനന്റെ മുമ്പിൽ ദാസനെങ്ങനായിരിക്കുന്നുവോ അതുപോലെ ഈ സമയത്ത് നമുക്ക് ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ സമ്പൂർണ്ണമായിട്ട് ഏൽപ്പിച്ചു കൊടുക്കാം. സങ്കീർത്തനത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും പരിചയമുള്ള ഒരു വേദഭാഗമുണ്ട്. ദാസന്റെ കണ്ണ് യജമാന്റെ കയ്യിലേക്ക് എന്ന പോലെ, ദാസിയുടെ കണ്ണ് യജമാന്റെ കയ്യിൽ എന്ന പോലെ, ദൈവമേ ഞങ്ങൾ ഞങ്ങളുടെ കണ്ണുകൾ നിങ്ങളിലേക്ക് ഉയർത്തുന്നു പറഞ്ഞ് പ്രാർത്ഥിച്ച ഭക്തന്മാരെ പോലെ എന്നെ ശ്രദ്ധിച്ച ദൈവമക്കളെ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ ദൈവം നിങ്ങളുടെ കർത്താവാണോ? നിങ്ങളുടെ ദൈവം നിങ്ങളുടെ ടീച്ചറാണോ? നിങ്ങളുടെ ദൈവം നിങ്ങളുടെ മാസ്റ്ററാണോ എന്ന് ചിന്തിക്കുവാൻ ഒരു നിമിഷം ഏൽപ്പിച്ചു കൊടുക്കാം. എന്റെ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കാം. ലോർഡ്, ടീച്ചർ ആൻഡ് മാസ്റ്റർ, കർത്താവും ഗുരുവും നാഥനുമായവൻ നമ്മെ അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ പ്രതിസന്ധികൾക്ക്, നിങ്ങളുടെ ജീവിത പടകിന് മേലെ ആഞ്ഞടിക്കുന്ന ഓളങ്ങൾ, തിരമാലകൾ, പ്രതിസന്ധികൾ എന്തുമായിക്കോട്ടെ, അതിനൊക്കെ ശാന്തത വരുത്തുവാൻ കഴിവുള്ള നമ്മുടെ യജമാനൻ, നമ്മുടെ കർത്താവ്, നമ്മുടെ ഗുരു, നമ്മുടെ ദൈവം എല്ലായ്പ്പോഴും എല്ലാവരോടും ഇരുന്ന് ജയോത്സവമായി നടത്തട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് ഇങ്ങനൊരു അവസരം ഒരുക്കിയ പ്രിയപ്പെട്ടവരോ ഒരിക്കൽ കൂടെ നന്ദി പറയുന്നു. നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഞങ്ങളെ ഓർക്കൂ. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.